ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്കത്തോരനായാലോ? അതെ, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ, കൊത്തി അരിഞ്ഞൊന്നും നമ്മൾ സമയം കളയേണ്ട. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണണം. നമ്മൾ ചക്കയുടെ തന്നെ പല ഡിഷസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ചക്ക റോസ്റ്റ്, ചക്ക മസാല, അതുപോലെ തന്നെ ചക്ക ബിരിയാണി. നിങ്ങളതൊക്കെ കാണാത്തവരാണെങ്കിൽ അതെല്ലാം കാണണം. നല്ല നല്ല വീഡിയോസാണ്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സമയത്ത്, അതായത് ഇതിൻ്റെ ചക്കയുടെ സീസണിൽ തന്നെ നമ്മൾ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഇതിലും വലിയ പീസസ് ആയിട്ടാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലാക്കിയിട്ടായാലും പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കൊച്ചൊരു ഉരുളിയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്ര ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ അടിയിൽ നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ചക്ക അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കിന് നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലേക്ക് നമ്മൾ ഈ ചക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് ചതച്ചെടുക്കുക. ഇത് അരച്ച് എടുക്കരുത്. നമ്മൾ കുറേ ടൈം ആകുമ്പോൾ ഇത് അരഞ്ഞങ്ങ് പോകും. നമുക്കൊന്ന് തോരനല്ലേ വേണ്ടേ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചതച്ച് എടുക്കുക. അപ്പോഴത്തേക്കും നമുക്കൊരു മസാലയും കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ തേങ്ങ, പിന്നാണെങ്കിൽ പച്ചമുളക്, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസ് ഒന്ന് ചതച്ച് എടുക്കുക. അതും ഇതുപോലെ ചതച്ചെടുക്കാവൂ, അരക്കരുത്. അതിനുശേഷം നമ്മൾ ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ ഒരു ചക്ക ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒക്കെയാണ് നിങ്ങൾക്ക് കയ്യിലുണ്ട് എങ്കിൽ പച്ച വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്ത് എടുക്കുക. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം മുളക് പൊടി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉപ്പ് ഇപ്പോൾ ഇടാത്തത്. അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം ഒന്ന് കുക്കൊക്കെ ആയെന്ന് നമുക്ക് തോന്നില്ല. ആ ഒരു സമയമാകുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടിലെ തേങ്ങയുടെ ആ ഒരു കൂട്ടും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതുപോലെ നടുക്കൊരു കുഴിയൊക്കെ ആക്കി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടിലെ ആ തേങ്ങയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്ത് എടുക്കുക. ഇത് നമ്മൾ ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് നമുക്ക് അത്ര സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തയ്യാറാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടിച്ചക്ക തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സമയം ഇങ്ങനെ കൊത്തി അരിഞ്ഞൊക്കെ എടുക്കണേ. ഇത് അങ്ങനെ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവം തയ്യാറായി കിട്ടും. അപ്പോൾ ഇനി ചക്കയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടിരിക്കും. ഇപ്പം അത്യാവശ്യം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടെല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി മാത്രം യൂസ് ചെയ്താൽ മതി. അതല്ല, ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഈ ഒരു സമയത്തൊക്കെ ഉപ്പ് നോക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് കുക്ക് ആവണം എന്ന് തോന്നി, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അപ്പം നിങ്ങളുടെ ചക്കയുടെയൊക്കെ വേവിനനുസരിച്ചിട്ട് വേണം. നിങ്ങൾക്ക് ഒരു ശകലമൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇതിൽ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാ പോലെ ചെയ്താലും മതിയാകും. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. നമ്മുടെ നാടൻ ഡിഷസിനൊക്കെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ടേസ്റ്റ് കൂട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ലാസ്റ്റ് മതി കേട്ടോ. ലാസ്റ്റ് കുറച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കത്തോരൻ തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഒത്തിരി സമയം ഇതിനു വേണ്ടി കളയൊന്നും വേണ്ട. നമ്മൾ സാധാരണ എല്ലാവർക്കും ഇത് ഒത്തിരി നേരം കുത്തി അരിഞ്ഞെടുക്കാനുള്ള മടി കാരണമാണ്. ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കാത്തത്. അപ്പോൾ ഇപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് ചതച്ചെടുക്കുന്ന ഐഡിയ ഒക്കെ കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടമാകും. അപ്പം എല്ലാവരും ഇത് വീഡിയോ കണ്ടിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ മറ്റുള്ള വീഡിയോസും കൂടി കണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.